പ്രധാനമായ ഒരു 7 വിധത്തിലുള്ള എക്സസൈസുകളാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള പ്രമേഹ രോഗികൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് പണികളുണ്ട്. അപ്പൊ അത് തന്നെ പോരെ എക്സസൈസ് ആയിട്ട് വ്യായാമമായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത്തരം ആളുകളോട് പറയാനുള്ളത് ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡയബറ്റീസ് ഒരു പേടിക്കേണ്ട ഒരു ഭീകരമായിട്ടുള്ള ഒരു അസുഖമൊന്നും അല്ലാതെ തന്നെ നമുക്ക് അതിനെ നിലനിർത്താൻ കഴിയും. ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഡയബറ്റീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഡയബറ്റീസിന്റെ 3ാമത്തെ എപ്പിസോഡ് എന്ന നിലക്ക് ഡയബറ്റീസ് രോഗികൾ ചെയ്തിരിക്കേണ്ട വ്യായാമ മുറകൾ അല്ലെങ്കിൽ എക്സസൈസുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായ ഒരു 7 വിധത്തിലുള്ള എക്സസൈസുകളാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള പ്രമേഹ രോഗികൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രമേഹം ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും ഇത്തരത്തിലുള്ള എക്സസൈസുകൾ വളരെയധികം ഫലപ്രദമാണ്. ഈ പ്രമേഹ രോഗികൾ ചെയ്യേണ്ട എക്സസൈസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന് ആമുഖമായിട്ട് എന്നുള്ള അർത്ഥത്തിൽ നിർബന്ധമായിട്ടും എക്സസൈസ് 1 മണിക്കൂറൊക്കെ ഒരു ദിവസം എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള പ്രമേഹ രോഗികളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പൊതുവെ എല്ലാവരും ചെയ്യേണ്ടതാണ് എക്സസൈസ്. പ്രമേഹ രോഗികളുള്ള ആളുകൾ നിർബന്ധമായിട്ടും 1 മണിക്കൂർ വ്യായാമം ചെയ്യേണ്ടതാണ്. ഇതിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികളാണെങ്കിലും അതിന്റെ സംശയവുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജുകളൊക്കെ ആണെങ്കിലൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് പണികളുണ്ട്, ഒരുപാട് തിരക്ക് പിടിച്ച അല്ലെങ്കിൽ ഒരുപാട് ഉള്ള വർക്കുകൾ നടന്നു മോടിയൊക്കെ ഉള്ള വർക്കുകൾ ഉണ്ട്. അപ്പൊ അത് തന്നെ പോരെ എക്സസൈസ് ആയിട്ട് വ്യായാമമായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത്തരം ആളുകളോട് പറയാനുള്ളത് അത് പോരാ. അത് അത്തരത്തിലുള്ള വർക്കുകളായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈ ഒരു കൂടുതലായിട്ട് ഷുഗറുള്ള ആളുകൾ, ഡയബറ്റീസ് ഉള്ള ആളുകൾ അവരുടെ ഈ ഷുഗർ കാർബോഹൈഡ്രേറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട്, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സസൈസുകൾ, വ്യായാമങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കണം, അതൊന്ന് തിരുത്തി വായിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി പ്രധാനമായിട്ട് സാധാരണഗതിയിൽ കണ്ടുവരുന്ന എക്സസൈസുകളാണ് ജോഗിങ്, അതുപോലെ തന്നെ സൈക്ലിങ്, സ്വിമ്മിങ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് എക്സസൈസുകൾ. ഇത് പ്രധാനമായിട്ടും എല്ലാ ആളുകളും ചെയ്യേണ്ട ഒന്നാണ്. ഒന്നെങ്കിൽ ജോഗിങ് ആവാം, അല്ലെങ്കിൽ സൈക്ലിംഗ് ആവാം, അല്ലെങ്കിൽ സ്വിമ്മിങ് ആവാം. ഇതെല്ലാം വളരെയധികം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു എക്സസൈസുകളാണ്. ജോഗിങ് ആണെങ്കിൽ ആദ്യം തന്നെ നടത്തം തുടങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വളരെ പതിയെയുള്ള നടത്തൊക്കെ തുടങ്ങിയിട്ട് പിന്നീട് അത് പതിയെ സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് വരേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് അത് നമ്മുടെ ഒരു കഴിവിനനുസരിച്ച് കുറച്ച് ഓട്ടത്തിലേക്കൊക്കെ എത്തുകയൊക്കെയാണ് ചെയ്യേണ്ടത്. ജോഗിങ് തുടങ്ങുന്ന സമയത്ത് കുറച്ച് നടന്ന് ഒന്ന് വാമപ്പായതിനു ശേഷം കുറച്ച് സ്പീഡൊക്കെ നടന്ന് പിന്നെ ഒന്ന് കുറച്ച് ഓടി അവസാനിക്കുന്ന സമയത്ത് വളരെ പതുക്കെ നടന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് മാറേണ്ടത്. ജോഗിങ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് കിലോമീറ്റർ ആണെങ്കിൽ പിന്നെ അത് സാവധാനം കൂട്ടി വരികയാണ് വേണ്ടത്. ഈ ജോഗിങ് വളരെ നല്ലൊരു എക്സസൈസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് സൈക്ലിങ്. ഇപ്പൊ കൂടുതൽ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകൾ, തടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടിന് അതുപോലെ വലിയ ജോയിന്റുകൾക്കൊക്കെ വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ അപേക്ഷിച്ചും അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ആയാസത്തിലും രസകരമായിട്ടും അതുപോലെ ഒരു ഇൻട്രസ്റ്റോട് കൂടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ കുറെ ആളുകൾ ഈ സൈക്ലിംഗ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സൈക്ലിംഗ് എല്ലാവർക്കും വളരെ നല്ലൊരു എക്സസൈസ് ആണ്. ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സൈക്ലിംഗ് വളരെ ഫലപ്രദമായ ഒന്നാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡയബറ്റീസ് ഉള്ള ആളുകളൊക്കെ സൈക്ലിംഗ് എന്ന് പറയുന്ന എക്സസൈസ് കൂടെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഡെയിലി തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഒരു 5-10 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ പിന്നീട് അത് കൂടി 15-20 കിലോമീറ്റർ ഒക്കെ ഡെയിലി ചെയ്യാം. ഒരു ജസ്റ്റ് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ ഒക്കെ സൈക്ലിംഗ് സ്ഥിരം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡയബറ്റീസ് നന്നായിട്ട് നിലനിർത്താൻ, നന്നായിട്ട് കുറക്കാൻ വളരെയധികം സഹായകമാവും. അതുപോലെ തന്നെയാണ് സ്വിമ്മിങ് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു എക്സസൈസ്, വ്യായാമ രീതിയാണ്. ഇനി മറ്റു നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന കുറച്ച് എക്സസൈസുകളാണ് സ്കിപ്പിംഗ് ആവാം. അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസ് എന്ന് പറയുന്നത്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഭാരം പൊക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ, എന്തെങ്കിലും നമ്മുടെ ആംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബൈസെപ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ജിമ്മിൽ പോയി ചെയ്യുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് ഡംബലൊക്കെ ഉപയോഗിച്ചുകൊണ്ടും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്കിപ്പിംഗ് എല്ലാവർക്കും അറിയാം, സ്കിപ്പിംഗ് എല്ലാവരും ചെയ്യാറുണ്ടാവും. ഇത്തരത്തിലുള്ള സ്കിപ്പിംഗ് ഇത്തരത്തിലുള്ള സ്കിപ്പിംഗ് ആണെങ്കിലും വെയിറ്റ് ലിഫ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചെയ്യുകയും അതുപോലെ കുറച്ച് റെസ്റ്റ് എടുക്കുകയും വീണ്ടും ചെയ്യുകയും അങ്ങനെയുള്ള രീതിയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ ചെയ്യാവുന്ന ഒന്നാണ് പുഷപ്പ് എന്ന് പറയുന്നത്. പുഷപ്പ്സ് ഒക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. പുഷപ്പ് എങ്ങനെ ചെയ്യാമെന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പുഷപ്പ് ചെയ്യാനെല്ലാം എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അത് ചെയ്യുന്ന രീതി കൃത്യമായിട്ട്
ഒരു 10 തവണ ചെയ്യുകയാണെങ്കിൽ ഒരു 5-10 തവണ ചെയ്യുക. എന്നിട്ട് കുറച്ച് ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും 5-10 തവണ ചെയ്യുക. അങ്ങനെ ഒരു 4-5 ഘട്ടമായിട്ട് ചെയ്യുന്നത് വളരെയധികം ഫലപ്രാപ്തി ഉണ്ടാകുന്ന ഒന്നാണ്. ഇതാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന പ്രധാനമായിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഇനി പുറത്തുനിന്ന് നേരത്തെ ആദ്യം പറഞ്ഞ ടൈപ്പ് വിഭാഗത്തിൽപ്പെട്ട ജോയിങ്, സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഈ പറഞ്ഞ പുഷപ്പ് ആണെങ്കിലും സ്കിപ്പിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഒക്കെ തന്നെ ഈ 1 hour എക്സസൈസ് ചെയ്യണം. ഇതിന്റെ എല്ലാം കൂടെ ഏത് വിഭാഗം ചെയ്യുകയാണെങ്കിലും അതിന്റെ കൂടെ നമുക്ക് സമയനഷ്ടമില്ലാതെ ചെയ്യാൻ കഴിയുന്ന മറ്റു എക്സസൈസുകളാണ് നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പല സമയം നമ്മളിപ്പം വീട്ടിൽ വെറുതെ ഇരുന്ന് TV കാണുകയാണ്, നമുക്ക് എക്സസൈസ് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയാം. അപ്പൊ TV കാണുകയാണ്, TV കാണുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഓഫീസിൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ വേറെ എന്തെങ്കിലും പണികളിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് അപ്പം ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാം. അത് വളരെ ചെറിയ നമ്മുടെ ഈ കൈവിരലുകളുടെ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാം. വിരലുകൾ മടക്കിയും നിവർത്തിയുമുള്ള എക്സസൈസുകൾ അത് കുറച്ച് ചെയ്യുകയും കുറച്ച് റെസ്റ്റ് എടുക്കുകയും കുറച്ച് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ജോയിന്റുകൾ ഇങ്ങനെ മടക്കുകയും റൊട്ടേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസുകൾ, ഇതൊക്കെയാണ് സ്ട്രെച്ചിങ് എക്സസൈസുകൾ. അത് നമ്മുടെ ഓരോ ജോയിന്റുകൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഷോൾഡറിന് ചെയ്യാം, ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള മൂവ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടുള്ള. അതുപോലെ കാലിന്റെ എല്ലാ ജോയിന്റുകൾക്കും നമുക്ക് ചെയ്യാം. അത് നമുക്ക് ഇരുന്നോടത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനിടയിലൂടെ ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള വളരെ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. ഇത് എല്ലാ ആളുകളും മറ്റേ ആദ്യത്തെ പറഞ്ഞ ടൈപ്പ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്നതാണെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളും അവർ അതിന്റെ കൂടെ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. നിർബന്ധമായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ എക്സസൈസുകളും കൃത്യമായിട്ട് ഇപ്പൊ 7 വിധത്തോളം എക്സസൈസുകൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡയബറ്റീസ് ഒരു പേടിക്കേണ്ട ഒരു ഭീകരമായിട്ടുള്ള ഒരു അസുഖമൊന്നും അല്ലാതെ തന്നെ നമുക്കതിനെ നിലനിർത്താൻ കഴിയും. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അധികമായിട്ട് രക്തത്തിൽ ഷുഗർ കൂടാതെ നിയന്ത്രിക്കാനും കുറക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇത് കൃത്യമായിട്ട് ഇതിന് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആളുകൾ കൃത്യമായി ട്രീറ്റ്മെന്റ് എടുക്കുക. ഈ എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ ഇല്ലാതിരിക്കുകയും ഈ ഷുഗർ കൊണ്ടുണ്ടാവുന്ന മറ്റു അസുഖങ്ങൾ വരാതിരിക്കുകയും ഷുഗർ നിലനിർത്താനും നമുക്ക് കഴിയും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.